ആനകൾക്ക് തീറ്റയില്ല. പുലികളുടെ തീറ്റയായ പുള്ളിമാൻ ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാട്ടിലില്ല. എന്താ കാരണം? ആവാസ വ്യവസ്ഥിതി നിലനിർത്താനാണ്. വേണം. ആവാസ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം. മുള കുഴിച്ചിടണം. ആന തിന്നുന്ന ചെടികളുണ്ട്, അത് കുഴിച്ചിടണം. മരം തിന്നോ? ആന തിന്നോ? ആ മരം ആന കഴിക്കണമെന്നിടത്താണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ പച്ചപ്പും തേടി ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലൊക്കെ പണ്ട് കുളം കുത്തുമായിരുന്നു ഫോറസ്റ്റ്. എന്തിനാ? ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ. ഈ കുളങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു പോയി. കുടിവെള്ളമില്ല മൃഗങ്ങൾക്ക് കുടിക്കാൻ കാട്ടിൽ. ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് ഈ മലയോര മേഖലയിൽ പോകുന്ന ജനപ്രതിനിധി എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും നിയമസഭാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഒരു അനക്കൂരുണ്ടായോ? ഇവിടുത്തെ മാത്രമല്ല, മൊത്തം പ്രശ്നം. അപ്പോൾ അവസാനം കുറച്ച് കുളം കുത്താൻ തീരുമാനിച്ചു. അതിലൊരു ദിവസം പോത്തുകല്ലിൽ നിന്ന് എന്നെ വിളിക്കാണ്, അനുറാക്ക ഒന്ന് വരണം, ഈ കുളം കുത്തുന്ന അങ്ങാടിയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ടാറിട്ട റോട്ടിൽ നിന്ന് ഒരു 200-250 മീറ്റർ അകലെ അങ്ങനെ നോക്കിയാൽ കാണാം. അപ്പം എന്താണ്? എല്ലാ ആനകളും ഇങ്ങോട്ട് വരി, മക്കളെ വരി. എന്തിനാണ്? ചവിട്ടി നിരങ്ങാൻ. വെള്ളം അവിടെ കിട്ടുമല്ലോ. ഇതാണോ ഫോറസ്റ്റിംഗ്? മനുഷ്യവാസ പ്രദേശത്ത് നിന്ന് കിലോമീറ്റർ, 2 കിലോമീറ്റർ അപ്പുറത്തോ 3 കിലോമീറ്റർ അപ്പുറത്താണ് കുളം കുത്തേണ്ടത്. അപ്പം അതിനെങ്ങോട്ട് ആകർഷിക്കുക? എന്തിനാ? മനുഷ്യൻ വിട്ടിട്ട് പോകണം. ഇപ്പം അതിനൊരു പദ്ധതിയുണ്ട്. ഫോറസ്റ്റിനോട് അരികിൽ താമസിക്കുന്നവർക്ക് വിട്ടിട്ട് പോകാൻ 15 ലക്ഷം റുപ്യ കിട്ടും. കരടായി പോത്തുകല്ലിൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ പോകരുത്. ഞാൻ ശക്തമായി എതിർത്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഗതികേടോണ്ടാണ് അനുറാക്ക, പോകില്ല, നിവൃത്തില്ല, ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്കൊരു മാർഗമില്ല. 10, 50, 60 ലക്ഷം വിലയുള്ള വസ്തു വെറും 15 ലക്ഷം രൂപക്ക് കൊടുത്തിട്ട് പോന്നു. നീ എന്താ സംഭവിക്കാൻ പോകാറ്? ഞങ്ങൾ അതൊക്കെ ഫോറസ്റ്റൊക്കെ എടുത്തു. ഞാൻ എൻ്റെ ഇപ്പുറത്ത് വീടില്ലേ, അപ്പം ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പം എന്താവും? പുറത്ത് നിൽക്കുന്നവർക്കും ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. 1-2 കൊല്ലം കഴിഞ്ഞ് ഓലും കൊടുക്കും. അങ്ങനെ കാടിറങ്ങി വന്ന് നിലമ്പൂർ അങ്ങാടിയിലെത്തും. ഇത് വലിയൊരു മാനിപ്പുലേഷനാണ്. അത് പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം. എന്താ പുലിങ്ങനെ ഇറങ്ങുന്നത്? ഈ പുലി നരിയൊന്നും മുമ്പും ഉണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ പണ്ട് കേട്ട് ഫറൂഖിൽ പുലി ഇറങ്ങിയൊരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 8ാം ക്ലാസ് പഠിക്കുക. ഇപ്പം എന്താ ഈ പുലി ഇറങ്ങുന്ന അറിയാം നമുക്ക്? കേട്ട വിവരം ശരിയാണെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുടെ അപ്പുറമൊക്കെ നിൽക്കുന്നത്, അവര് പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് ബൗണ്ടറി കൊടുത്ത് തട്ടുണ്ട്. അന്വേഷിക്കണം. മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം. ഈ മേഖല മുഴുവൻ കയ്യിലൊതുക്കാൻ വേറൊരു ടീം വരാൻ പോകുന്നു നാട്ടിൽ. അതിൻ്റെ മുന്നൊരുക്കമാണ്. രോഹിംഗ്യയിലുണ്ടായ വിഷയം എന്താണ്? അവിടെ ആ പ്രദേശത്ത് മനുഷ്യർ വസിച്ചിരുന്ന സ്ഥലത്ത് ഒരു 600 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ താമസിക്കുന്നതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ സ്വർണം കണ്ടെത്തി. സർക്കാർ മിണ്ടിയില്ല.